സാർ, ബഹുമാനായ അംഗം സബ്മിഷനോട് ഉന്നയിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. 1973 ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ഇലക്ട്രോണിക്സ് പൊതുമേഖലാ കമ്പനിയായിട്ട് ആരംഭിച്ച കെൽട്രോൺ ഒരു ഘട്ടത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം മറികടന്ന് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ഈ അനാവശ്യമായൊരു വിവാദം ഉയർന്നു വന്നത്. അതിന്റെ കോടതി വിധി ഇന്നലെ ഒരു ഭാഗം ഞാൻ വായിച്ചു. ഈ പൊതു താല്പര്യ ഹർജികൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് സംബന്ധിച്ച ഒരു ഭാഗം കൂടി വായിക്കാൻ അങ്ങ് അനുവദിക്കുമെന്ന് കരുതുന്നു. ദ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഈസ് എ ലീഗൽ ടൂൾ ഇന്റൻഡ് ടു അപ്ഹോൾഡ് ദ റൂൾ ഓഫ് ലോ ആൻഡ് പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് വൾണറബിൾ ആൻഡ് വോയിസ്ലെസ് സിറ്റിസൺസ്. എന്നുവെച്ചാൽ ശബ്ദമില്ലാത്ത സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും റൂൾ ഓഫ് ലോയെ സംരക്ഷിക്കാനുമുള്ള ഒരു ഉപകരണമായിട്ടാണ് ഈ പൊതു താല്പര്യ ഹർജികൾ വരുന്നത്. വെൻ ദർ ഇസ് എ ക്ലിയർ എവിഡൻസ് ഓഫ് എ ഫെയിലിയർ ഓഫ് വയലേഷൻ ഓഫ് ദി ലോ, കൃത്യമായൊരു തെളിവുണ്ടായിരിക്കണം. ഇത് അടുത്ത വാചകമാണ് സാർ വളരെ പ്രധാനപ്പെട്ടത്. ഇറ്റ് ഈസ് നോട്ട് ഡിസൈൻ ആസ് എ ഫോറം ഫോർ സെറ്റിലിംഗ് പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട്. രാഷ്ട്രീയ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വേദിയല്ല, ഒരു സംവിധാനമല്ല പബ്ലിക് പൊതു താല്പര്യ ഹർജി എന്നാണ് ഹൈക്കോടതി പറയുന്നത്. അഡ്രസ്സിംഗ് പേഴ്സണൽ ഗ്രീവൻസസ്, വ്യക്തിപരമായിട്ടുള്ള ഐരായങ്ങൾ പരിഹരിക്കുന്നതിനോ അവരുടെ ഗ്രീവൻസസ് പരിഹാരം കാണുന്നതിനുള്ള സംവിധാനങ്ങളല്ല. ഓർ ചലഞ്ചിങ് എവരി ഗവൺമെന്റ് ഡിസിഷൻ വിത്തൗട്ട് എ സോളിഡ് ഫാക്ച്വൽ ബേസിസ്. വസ്തുതാപരമായ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഗവൺമെന്റിന്റെ ഓരോ ഉത്തരവുകളെയും ചോദ്യം ചെയ്യാനുള്ള ഉപകരണമല്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അടുത്ത വാചകം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ഈസ് സിഗ്നിഫിക്കന്റ് ടു നോട്ട് ദാറ്റ്, ഇത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ദ പെറ്റീഷനേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും, ഹു ആർ മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അവർ അസംബ്ലി നിയമസഭ അംഗങ്ങളാണ്, ഡിഡ് നോട്ട് അപ്രോച്ച് ദ കോർട്ട് until after the project was finally implemented and when live on 5/2023. ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്ത് പൂർത്തീകരിക്കുന്നത് വരെ ഈ കോർട്ടിനെ സമീപിച്ചിട്ടില്ല. ഈ 90 പേജുള്ള ഈ റിട്ട് ഹർജി തെളിവുകൾ ഹാജരാക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. സാർ, ഈ വിവാദങ്ങൾ വന്നതുകൊണ്ട് നമുക്കിപ്പോൾ മഹാരാഷ്ട്ര, ഒറീസ, കർണാടക ഇവിടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അധികാരികളുമായി തുടർന്നു വന്ന ചർച്ചയും NHAയുമായി തുടർന്നു വന്ന ക്യാമറ ചർച്ചകളും നിർത്തിവെക്കേണ്ടി വന്നു. മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. കേന്ദ്ര സർക്കാരിന്റെ ബൃഹത്തായ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ടെസ്റ്റിംഗ് സിസ്റ്റം, അതിന്റെ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായി ജർമ്മൻ കമ്പനിയുമായിട്ടൊരു എഗ്രിമെന്റിലേക്ക് പോകുന്നതും AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി നേരിട്ടു. എന്നാൽ ഇപ്പോൾ ആ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് കെൽട്രോൺ ഏറ്റവും മികച്ച രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. കെൽട്രോൺ നാം കാണേണ്ടത് അത് പൂർണ്ണമായിട്ട് പ്രൊഫഷണലായി പ്രവർത്തിക്കുകയാണ്. സാർ, 36 വർഷത്തെ ഇന്ത്യയുടെ നേവിയിലെ അനുഭവ സമ്പത്ത്, പ്രതിരോധ സേനയിലെ അനുഭവ സമ്പത്തുള്ള RECയിൽ നിന്ന് BTechും അതുപോലെ തന്നെ IITയിൽ നിന്ന് MTechും നേടിയിട്ട് വൈസ് അഡ്മിറലാണ് അതിന്റെ MD ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതുപോലെ ISROയുടെ ഏറ്റവും മുതിർന്ന ഒരു സയന്റിസ്റ്റ് ആയ ആളാണ് ചെയർമാൻ. NPOLന്റെ ഡയറക്ടർ ആയിരുന്ന ആളാണ് അവന്റെ എക്സിക്യൂട്ടീവ് ടെക്നിക്കൽ ഡയറക്ടറായി പ്രവർത്തിക്കുന്നത്. ISROയുടെ വളരെ മുതിർന്ന സയന്റിസ്റ്റ് ആയ ഒരാളാണ് ഇപ്പോൾ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം നിരവധി പുതിയ സംവിധാനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഞാൻ തന്നെ ലോഞ്ച് ചെയ്ത ഒന്ന്, ഇപ്പൊ ക്യാമറ വണ്ടികൾ പോകുന്നതാണ് കാണുന്നതെങ്കിൽ കെൽട്രോൺ ഇപ്പോൾ വികസിപ്പിച്ച പുതിയ സാങ്കേതിക വിദ്യ അനുസരിച്ച് ആ വാഹനത്തിനകത്തിരിക്കുന്ന ആളെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുതിയ സംവിധാനം കൂടി വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ രൂപത്തിലുള്ള ഈ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഈ 1298 കോടിയുടെ മുകളിലേക്കുള്ള ടേൺ ഓവറിലേക്ക് വന്നത്. ഈ വിവാദങ്ങൾ ഇല്ലാതെയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കുറേയേറെ നമുക്ക് മുന്നേറാൻ കഴിയുമായിരുന്നു. അപ്പൊ ഈ വിധിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാടിന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള സമീപനം എല്ലാവരും സ്വീകരിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.